നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്. വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഏകദേശം 12:40 ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. മുടിയും മുഖവും ഒക്കെ കോലം വേറെയാണ്. ലൈറ്റിംഗ് ഒന്നും ശരിയല്ല. അപ്പൊ ചെറിയ വീഡിയോ ക്വാളിറ്റിയിലും ഓഡിയോ ക്വാളിറ്റിയിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും, ക്ഷമിക്കുക. നമുക്ക് റിവ്യൂലേക്ക് വരാം. 4-2 കളി കളിച്ചത് ചെൽസി വേഴ്സസ് സിറ്റി. അത് സ്കോർ ലൈൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ധാരണയല്ല, നമുക്ക് സിറ്റി നമ്മളിട്ട് ഓപ്പൺ പ്ലേയിലിട്ട് പഞ്ഞി കിട്ടും എന്നുള്ളത്. പഞ്ഞി കിട്ടും കാര്യം ശരി തന്നെയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് എന്തുകൊണ്ട് നടന്നു എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലും കൂടെ നോക്കാം. പക്ഷെ പോകുന്നതിന് മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടീമിന്റെ ലൈനപ്പാണ് രസം. എനിക്ക് ഇഷ്ടപ്പെട്ടു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലൈനപ്പ്. ഏകദേശം ഒരു പകുതി എ ടീമും ബാക്കി പകുതി ബി ടീമും, പിന്നെ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫ് ഒക്കെ പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ ബി ടീമും സി ടീമും ഒക്കെ ആയിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ കേസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലിവർപൂളിന്റെ കൂടെ കാർബാവോ കപ്പ് ഫൈനലിൽ കളിച്ചൊരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ടും നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് എ ടീം വെച്ചിട്ട് കളിച്ചിട്ടാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പൊ കളി തുടങ്ങിയത് നമ്മുടെ ടിപ്പിക്കൽ 3-2-4-1 ലൈനപ്പ് തന്നെയാണ്. പക്ഷെ ഈ ലൈനപ്പ് കണ്ടപ്പോൾ നമുക്ക് ഒരാൾക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആരെവിടെ കളിക്കണമെന്നൊരു ധാരണ ഉണ്ടാവില്ല. കാരണം മുഡ്രിക് ഉണ്ട്, എൻകുങ്കു ഉണ്ട്, പക്ഷെ നോണി മാഡോയ്ക്ക് ഇല്ല, സ്റ്റേർലിംഗ് ഇല്ല, പിന്നെ ഡ്രൂസ്ബറി ഹോൾ, ഗുസ്തോ, റീസ് ജെയിംസ്, നമുക്ക് ലാവിയ, കൈസേഡോ. അപ്പൊ സംഭവം എന്താണ്? ബാക്ക് ത്രീ റീസ് ജെയിംസ്, കോൾവിൽ, ബാദേശൽ, അല്ല ടോസൻ മറ്റേ സാധനം അബ്രകഡാബ്ര, കൈസഡോ, ലാവിയ ഡബിൾ പിവറ്റ്. അതായിരുന്നു രസകരമായ ഒരു കാര്യം. കൈസഡോ, ലാവിയ ഡബിൾ പിവറ്റ്, മാലോ ഗുസ്തോ ലെഫ്റ്റ് വിങ് / ലെഫ്റ്റ് വിങ് ബാക്ക്. അതായത് പൊച്ചറ്റിനോ ചിൽവെലിനെ കളിപ്പിച്ച അതേ പൊസിഷൻ. റൈറ്റ് സൈഡിൽ മുഡ്രിക് റൈറ്റ് വിങ് ആയിട്ട്, പിന്നെ ഡ്രൂസ്ബറി ഹോളും എൻസോ ഫെർണാണ്ടസും ആ നമ്പർ 10 സ്പേസിൽ, ഫ്രണ്ടിൽ എൻകുങ്കു. ഇതാണ് ഇട്ട് ലൈനപ്പ് ഇട്ട് കളിപ്പിച്ചത്. ആ ലൈനപ്പ് ഇട്ട് കളിപ്പിച്ചതിന്റെ പ്രശ്നമല്ല നമ്മൾ ഗോൾ കൺസീഡ് ചെയ്തത്. ഗോൾ കൺസീഡ് ചെയ്ത 2 മിസ്റ്റേക്ക് അവർ 2 ഗോൾ കൺവേർട്ട് ചെയ്തു. പിന്നെയും 2 മിസ്റ്റേക്ക്, പിന്നെയും 2 ഗോൾ കൺവേർട്ട് ചെയ്തു. അതാ സംഭവം. പക്ഷെ 4ാമത്തെ ഗോൾ അവരുടെ അടിപൊളി ഒരു ഗോളായിരുന്നു. ഓസ്കർ ബോമിന്റെ ബ്രില്യന്റ് ഒരു ബ്യൂട്ടിഫുൾ റൺ, നൈസ് കട്ട് ബാക്ക്, നൈസ് ഫിനിഷ്, ഫാന്റാസ്റ്റിക് ഗോൾ. പക്ഷെ ആദ്യത്തെ ഗോള് ടോസിന് ഒരു ക്ലിയറൻസ് നടത്താൻ തോന്നുന്നു, അത് മര്യാദക്ക് പോകുന്നില്ല. അത് ഹാലൻഡ് കാലിലേക്ക് കിട്ടുന്നു, പെനൽറ്റി ബോക്സിലേക്ക്, അത് ഗോൾ കീപ്പറിലേക്ക് ഡ്രൈവ് ചെയ്യുന്നു. കോൾവിൽ ഓടി വരുന്നു, കട്ട് ചെയ്യാൻ നോക്കുന്നു, ഹാലൻഡ് തട്ടി വീഴുന്നു, പെനൽറ്റി എടുക്കുന്നു, വീണ്ടും എടുക്കാൻ വേണ്ടി പറയുന്നു, ഗോൾ. ആദ്യത്തെ പെനൽറ്റി ഡിസ്ക്വാളിഫൈഡ് ആയ പെനൽറ്റി ഗോള്, വീണ്ടും എടുത്ത പെനൽറ്റി ഗോള്. പിന്നെ കളി തുടങ്ങുന്നു. വീണ്ടും നമ്മൾ ബാക്ക് പാസ് ചെയ്ത് ബിൽഡപ്പിലേക്ക് വരുന്നു. വെറും തുച്ഛമായ കുറച്ച് സെക്കൻഡ്സ് ആകുമ്പോൾ തന്നെ കൈസഡോ വീണ്ടും ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നു. ഏർലിംഗ് ഹാലൻഡ് പറയുന്നു താങ്ക് യു സോ മച്ച്, എടുക്കുന്നു, ഷൂട്ട് എടുക്കുന്നു, 2-0. അപ്പൊ ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ 2 ഗോൾ പറയും. അത് കഴിഞ്ഞിട്ട് 1-2 തവണ നമ്മുടെ ബാക്ക് ബിൽഡപ്പ് പ്ലേ ഒക്കെ മോശമായിരുന്നു. പക്ഷെ പതുക്കെ നമ്മൾ കളിയിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് കൂടി. നമ്മുടെ ബിൽഡപ്പ് പ്ലേ പാറ്റേൺ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ അത്യാവശ്യം 1-2 അറ്റാക്കിംഗ് പാറ്റേൺസും അറ്റാക്കിംഗ് ത്രെറ്റുകളും നമ്മൾ കാണിക്കാനിടയുണ്ടായിരുന്നു. മൊത്തത്തിൽ ആസ് എ ടീം മുഡ്രിക്കിന് മുഡ്രിക്കിനെ കുറിച്ച് ഞാൻ പറയാം. അതിനോട് തന്നെ നമ്മൾ ഒരു 22ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ഒരു നൈസ് ലേ ഓഫ് എൻകുങ്കിന് കൊടുത്തു. അപ്പൊ എൻകുങ്കു ഓടി, അപ്പൊ ഇത് പോസ്റ്റ് ആണെങ്കിൽ ഈ സൈഡിൽ കൂടെ ഓടി കിട്ടി, കട്ട് ചെയ്തു, ഷോട്ട് എടുത്തു. പക്ഷെ അത് സേവ്ഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 50-50 ഷോട്ട് ആണ്. നല്ല കൂടെ എടുത്തിരുന്നെങ്കിൽ മേ ബി ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എ ഗോൾ. ഒരു 50-50 ഷോട്ട് ഷുഡ് ഹാവ് ബീൻ കൺവേർട്ടഡ്. പ്രീ സീസൺ ഫ്രണ്ട്ലി, അധികം ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പിന്നെ 33ാമത്തെ മിനിറ്റിൽ എൻകുങ്കുവിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഡ്രൂസ്ബറി ഹോളിനെ റിലീസ് ചെയ്യാൻ, ചെയ്തില്ല. പുള്ളിക്കാരൻ സെൽഫിഷ് ആയിട്ട് ഒരു ഷോട്ട് എടുത്തു. ആ ഷോട്ട് കൊണ്ട് നമുക്കൊരു ഗുണമുണ്ടായില്ല. പിന്നെയാണ് 42ാമത്തെ മിനിറ്റിൽ നമുക്ക് ഉണ്ടായ ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഒരു ബിൽഡപ്പ് പ്ലേയിൽ ഇൻവോൾവ് ആയിരുന്നു. ത്രൂ ബോൾ കൊടുത്തു. അത് മാലോ ഗുസ്തോ ഒരു ത്രൂ ബോൾ എൻകുങ്കുന് കൊടുത്തു. എൻകുങ്കുനെ തെറ്റാൻ പറ്റിയില്ല. പക്ഷെ ഒർട്ടേഗ വന്നത് ക്ലിയർ ചെയ്ത് കിട്ടിയത് എൻസോ ഫെർണാണ്ടസിന്റെ കാലുകളിൽ. അതായത് കഴിഞ്ഞ സീസണിലെ അവസാനത്തെ ഗോൾ കൈസഡോ അടിച്ചില്ലേ നമ്മുടെ ഹാഫ് സ്പേസിൽ നിന്ന്, അതേപോലത്തെ സിറ്റുവേഷൻ. ഇത് അവരുടെ പെനൽറ്റി ബോക്സിന് തൊട്ട് അടുത്തായിട്ട് എൻസോ ഫെർണാണ്ടസിന്റെ കാലിൽ കിട്ടിയ ഒരു ചാൻസ്. അത് എൻസോ ഫെർണാണ്ടസ് ചിപ്പ് ചെയ്തതൊക്കെ കൊള്ളാം, പക്ഷെ അത് പുറത്തേക്ക് പോയി. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു മിസ്റ്റേക്കിന് നമ്മൾ കൺവേർട്ട് ചെയ്തില്ല. അവർക്ക് കിട്ടിയെന്ന മിസ്റ്റേക്കിന് അവർ 2 കൺവേർട്ട് ചെയ്തു. നമ്മുടെ ഹാഫ് ചാൻസിന് നമ്മൾ കൺവേർട്ട് ചെയ്തില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രസ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. ഒരു ഹൈ ഇന്റൻസിറ്റി പ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻകുങ്കുവിന്റെ പ്രസ് ഭയങ്കര മോശമായിരുന്നു. എൻകുങ്കു വെറുതെ അവിടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. മൊത്തം ഡിസ്ട്രോയിറ്റഡ് ആയിട്ടുള്ള പ്രസ് ആയിരുന്നു. മാലോ ഗുസ്തോ തന്റെ പൊസിഷൻ നല്ലോണം കളിച്ചെങ്കിലും സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വലിയ ത്രെട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. മുഡ്രിക്കിന് റൈറ്റ് വിംഗർ കൊടുത്തിട്ടെങ്കിലും എന്റെ പൊന്നു മച്ചാനെ, എനിക്ക് ഇവന്റെ മേലിൽ പ്രതീക്ഷകൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അവൻ സക്സസ്ഫുൾ ആവണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടെങ്കിലും അവന്റെ മേലിലുള്ള പ്രതീക്ഷകൾ കുറഞ്ഞു വരികയാണ്. എനിക്ക് അതൊരു ചെറിയ സങ്കടമുണ്ട്. കാരണം ഒരു ഫുട്ബോളിംഗ് ബ്രെയിൻ ഭയങ്കരമായിട്ട് ലാക്കിംഗ് ഉണ്ടോ എന്നൊരു സംശയം. അത് ചില സമയത്ത് അവന്റെ കളി കാണുമ്പോൾ നമ്മൾ ശരിക്കും ഇവൻ പൊളിയാണെന്ന് വിചാരിക്കും. പക്ഷെ ഇന്നത്തെ കളി കണ്ടപ്പോഴത്തേക്കും എന്റെ വീണ്ടും പ്രതീക്ഷകൾ താഴ്ന്നു. ഇനി അടുത്ത കളി കാണുമ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ ഉഷാറായിട്ടിരിക്കും. സോ വി ഹാവ് എ വെരി വെരി ഇൻകൺസിസ്റ്റന്റ് മുഡ്രിക്. ആൻഡ് മുഡ്രിക്
കാര്യമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോ ഒരു ഡിസ്റ്റോയിന്റഡ് പ്രസ്, ചില ബിൽഡപ്പിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞൊരു ശോകമുഖമായിരുന്നു. 2 ഗോള് നമ്മൾ കൺസീഡ് ചെയ്യാൻ ചെയ്തു, കിട്ടിയ ചാൻസ് നമ്മൾ കൺവേർട്ട് ചെയ്തുമില്ല. പിന്നെ അതിൽ നിന്ന് ഉണ്ടാവുന്ന 1-2 ഇഷ്യൂസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വരുന്നു, നമ്മൾ അത്യാവശ്യം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു, പക്ഷെ മാർഗോയി അപ്പോഴും വരുന്നില്ല. നമ്മൾ കൈസഡോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് സ്റ്റേർലിങ്ങിനെ നോണി മാഡോക്കിനെ ഇറക്കി. അപ്പൊ ഈ സ്റ്റേർലിംഗ് നോണി മാഡോക്കിനെ ഇറക്കിയപ്പോ തന്നെ അവര് ഈ പറയുന്നത് പോലെ അത്യാവശ്യം ത്രെറ്റ് ഒക്കെ കൊണ്ടുവരാൻ നമുക്ക് തോന്നി. അപ്പൊ തന്നെ നമ്മൾ ഇവന്മാര് വരുന്നു, ഗോൾ അടിക്കാൻ, ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പ്രതീക്ഷയായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും മിസ്റ്റേക്സ് നമ്മുടെ ആകാം. ഒരു ഇപ്രാവശ്യം മാലോ ഗുസ്തോ പറഞ്ഞു ഞാൻ മിസ്റ്റേക്ക് എടുക്കാം, കാരണം മാലോ ഗുസ്തോ ആയിരുന്നു ഇപ്പൊ മിഡ്ഫീൽഡിൽ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോ മാലോ ഗുസ്തോ പറഞ്ഞു ഞാൻ മിസ്റ്റേക്ക് എടുക്കാം, മിസ്റ്റേക്ക് എടുത്തു. അവര് വീണ്ടും എർലിംഗ് ഹാലൻഡ് ഗോൾ അടിച്ചു, ഹാട്രിക്. അതിനുശേഷം വീണ്ടും തൊട്ടടുത്ത് തന്നെ നമ്മൾ 2 ഗോൾ അടുപ്പിച്ച് കൊടുത്തു. സ്റ്റേർലിംഗ് ബിൽഡപ്പ് പ്ലേയിൽ ഇൻവോൾവ് ആയിട്ട് മാലോ ഗുസ്തോന് കൊടുക്കുന്നതിന് പകരം മാലോ ഗുസ്തോന്റെ ആ റണ്ണ് മെഷർ ചെയ്യുന്നതിന് പകരം കൊടുത്തപ്പോൾ മാലോ ഗുസ്തോന്റെ പുറകിലായി പോയി. ആ ബോൾ നേരെ സിറ്റി ഓസ്കർ ബോബിന്റെ കാലിൽ കൊടുത്തു. ഓസ്കർ ബോബ് അത് നല്ലോണം ബീവ് ചെയ്ത് നല്ലൊരു ഫിനിഷ്, വളരെ ഹൈ ക്വാളിറ്റി ഒരു ഫിനിഷ്. അതിന് മുമ്പ് തന്നെ ഓസ്കർ ബോബ് 2 തവണ അതേ സ്പേസ് കൂടെ ഓടിപ്പോയി നമ്മളെ ത്രെട്ടൻ ചെയ്ത. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു, ഓസ്കർ ബോബിന്റെ 2 മൂവ്മെന്റ് പറയണം എന്നുള്ളത്. അപ്പോഴത്തേക്കും 3ാമത്തെ മൂവ്മെന്റിൽ ഗോൾ അടിച്ചു, 4-0. അപ്പൊ തന്നെ നമ്മളെല്ലാവരും ശോകമുഖമായിരിക്കാം. പിന്നെ ഇതുപോലെ നമ്മുടെ ഒരു ബിൽഡപ്പ് മൂവ്മെന്റിൽ നോണി മാഡോക്ക് കൊടുത്തൊരു ക്രോസിൽ സ്റ്റേർലിംഗിന്റെ ഒരു നല്ലൊരു ഫിനിഷ്, നമ്മള് ഒരു ഗോൾ അടിച്ചു. പിന്നെ അവരുടെ സി ടീമും ഡി ടീമും ഇ ടീമും ഒക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും നോണി മാഡോക്ക് ഉഷാറായി. നമ്മളൊരു കൗണ്ടർ അറ്റാക്കിംഗ്, ട്രാൻസിഷൻ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുന്നോ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി നോണി മാഡോക്ക് ഒരു ചാൻസ് ഫിനിഷ് ചെയ്തു, 4-2. അപ്പൊ നമ്മൾ സ്കോർ ലൈൻ നോക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്, പക്ഷെ മൊത്തം കളി എടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം. അതല്ലാണ്ട് 75ാമത്തെ മിനിറ്റിൽ നോണി മാഡോയ്ക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഫിനിഷ് ചെയ്യാൻ. അത് ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു, പോയിന്റ് ബ്ലാങ്ക് റേഞ്ച്. ഓർട്ടേഗ നല്ലോണം സേവ് ചെയ്തു, പക്ഷെ ദാറ്റ് ഷുഡ് ഹാവ് ബീൻ സ്കോർഡ്. അപ്പൊ ഇതാണ് നോണി മാഡോക്കയും സ്റ്റേർലിംഗ്. സോ അവർ ബിഗസ്റ്റ് ഇഷ്യൂ ഇസ് അവർ വിംഗേഴ്സ്. ആൻഡ് നോണി മാഡോക്ക ആൻഡ് സ്റ്റേർലിംഗ്, 2 ഹൈലി കേപ്പബിൾ പക്ഷെ വെരി ഇൻകൺസിസ്റ്റന്റ്. നോണി മാഡോക്ക അടുത്ത ഡെമ്പല്ലേ ആയി മാറുമെന്ന് എനിക്കൊരു പേടി ഇല്ലായികയില്ല. ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ്, പക്ഷെ ആ ഇൻകൺസിസ്റ്റൻസി കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആയി പോകും. സ്റ്റേർലിംഗ് അത് തന്നെ, സ്റ്റേർലിംഗിന്റെ പിന്നെ പറയേണ്ട കേസില്ലല്ലോ. ഇവർ രണ്ടുപേരും ഗോൾ അടിച്ചപ്പോൾ നമ്മൾ വിചാരിക്കും ഗോൾ അടിച്ചിട്ട് നമുക്ക് ചീത്ത വിളിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതാണ് ഇൻകൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ആണ്. മുഡ്രിക്കൊക്കെ നമ്മളിപ്പോ ഈ ലോണുകളൊക്കെ എഴുതി തള്ളി ബാങ്കുകൾ തള്ളുന്ന പോലെ നമ്മൾ ലോസ് എന്നും പറഞ്ഞ് എഴുതി തള്ളേണ്ട ഒരു അവസ്ഥ വരും. വിംഗേഴ്സ് ക്വാളിറ്റി ഈസ് എ മേജർ ഇഷ്യൂ. ഹോപ്പ്ഫുള്ളി കോൾ പാമർ ക്യാൻ സോൾവ് ഇറ്റ്. ആഞ്ചലോ ഗബ്രിയലിന് ഒരു പക്ഷേ ചാൻസ് കൊടുക്കാമായിരുന്നു. ലെറ്റ്സ് സീ അടുത്ത ഗെയിമിൽ എന്തായിരിക്കും എന്നുള്ളത്. സോ അറ്റ്ലീസ്റ്റ് വി ഹാവ് കോൾ പാമർ. പിന്നെ മാർഗുയിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു സെക്കൻഡ് ഹാഫിൽ. അപ്പോഴാണ് നമ്മുടെ കളി കുറച്ചുകൂടി ഉഷാറായത്. കാരണം അപ്പൊ എല്ലാവരും ഒരേ പൊസിഷനിലെത്തി. എൻകുങ്കു ഹാഫ് സ്പേസിലെത്തി, ഡ്രൂസ്ബറിയോളോ ഹാഫ് സ്പേസിലെത്തി. അപ്പൊ അത് കുറച്ചൊരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഒരു ഇതായിരുന്നു. എൻകുങ്കു തനിക്ക് കിട്ടിയ ചാൻസ് ഫസ്റ്റ് ഹാഫിൽ മാർഗുയിക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. മാർഗുയി അത് ഫിനിഷ് ചെയ്തു, പക്ഷെ അത് ചിപ്പ് ചെയ്തെങ്കിൽ അത് പ്രോപ്പർലി ഫിനിഷ്ഡ് ആയില്ല. അതൊരു ഫ്രസ്ട്രേഷൻ. അപ്പോ നമുക്ക് അത്യാവശ്യം ചാൻസസ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ. അത് നമ്മൾ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇത് പണ്ടേ പറയുന്ന ഒരു സംശയം, നമുക്ക് ക്ലിനിക്കാലിറ്റി ഒരു ഇഷ്യൂ ആയിരുന്നു. പക്ഷെ എന്നാലും മാഞ്ചസ്റ്റർ സിറ്റി വളരെ വളരെ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ ഗെയിം പ്ലേ. അവർ സെക്കൻഡ് ഹാഫിലൊക്കെ ഒരുപാട് നമ്മുടെ റീസ് ജെയിംസിന്റെ സൈഡിൽ ഒരുപാട് ഓപ്പൺ സ്പേസ് സത്യം പറഞ്ഞാൽ അവർ കണ്ടെത്തി. അതൊരു പക്ഷെ ഒരു ജാക്ക് ഗ്രീലിഷോ ഡോക്കോ അങ്ങനെയൊക്കെ വല്ലവരായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെയും അത് ചാൻസ് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലായിരുന്നു. കാരണം റീസ് ജെയിംസ് ഒരുപാട് ഐസൊലേറ്റഡ് ആവുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്ലെയേഴ്സ് ഒക്കെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറയുന്ന പോലെ ടോപ്പ് ടീം അല്ലാത്ത ഫസ്റ്റ് ടീം അല്ലാത്ത പ്ലെയേഴ്സ് പോലും വന്നിട്ട് പോലും അവർ അത്യാവശ്യം ശക്തമായിട്ട് ഈ പറയുന്ന പോലെ ബിൽഡപ്പ് പ്ലേയും ട്രാൻസിഷൻ അറ്റാക്കിംഗ് ഫുട്ബോളും വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചു. പ്രശംസനീയം തന്നെ, ഒന്നും പറയാനൊന്നുമില്ല. ഗ്രേറ്റ് ലേണിംഗ് ഫോർ അസ്. ഒരു പ്രീ സീസൺ മത്സരത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ്. ഇങ്ങനെ ഒരു ടീം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് സ്ട്രഗിൾ ചെയ്യണേ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഒരു കണക്കിന് ഇങ്ങനത്തെ തോൽവിയൊക്കെ കിട്ടുന്നത് നല്ലതാണ്, അഹങ്കാരം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടാവുന്ന പ്രശ്നം നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസിൽ ആരാ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ആരുമില്ല പറയാൻ. ആ കൂടെ റീസ് ജെയിംസേ ഉള്ളൂ. ടോസിന്റെ മേലിൽ കോൺഫിഡൻസ് ഇല്ല, ലിവായ് കോൾവിലിന്റെ മേലിൽ കോൺഫിഡൻസ് ഇല്ല, ബാദേശിയലിന്റെ മേലിലും കോൺഫിഡൻസ് ഇല്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നു. ലാവിയ ഹാസ് ബീൻ എ ഷൈനിങ് സ്റ്റാർ, ഹീസ് ബീൻ ഗുഡ്. പക്ഷെ കൈസഡോന്റെ ഫസ്റ്റ് മാച്ച് ഒരു രസകരമല്ല. എൻസോ ഫെർണാണ്ടസ് ലുക്സ് ടോട്ടലി ഔട്ട് ഓഫ് പൊസിഷൻ, അത് വേറൊരു കൺസേൺ ആണ്. മുഡ്രിക് ലുക്സ് ലോസ്റ്റ്. എൻകുങ്കു ഇപ്പോഴും ഗ്രിപ്പിലേക്ക് വന്ന് തുടങ്ങിയിട്ടില്ല, അതൊരു ഇഷ്യൂ വരുന്നുണ്ട്. നമ്മുടെ 2 വിംഗേഴ്സ് ഇൻകൺസിസ്റ്റന്റ് ആണ്. സോ നമുക്ക് ഒരുപാട് ഏരിയാസ് ഓഫ് കൺസേൺ ഉണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഒരു കണക്കിന്
ഒരു പുതിയ മാനേജർ വരുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ് നമ്മൾ കാണുന്നത്. അല്ലാണ്ട് മറ്റേ സാരി ലാംപാർഡൊക്കെ വന്ന പോലെ ഇപ്പൊ വന്നപ്പോ തന്നെ ഒരു 10-20 മത്സരം ജയിച്ച് നമ്മളിങ്ങനെ അങ്ങനെ മാനത്ത് നിൽക്കുന്ന ഒരു ഫീൽ അല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചു വളരും എന്നുള്ളൊരു സുഖത്തിൽ നമ്മൾ ഇരിക്കുന്നു, ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുന്നു. പ്രീ സീസൺ ആണെന്നും പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. സീസൺ തുടങ്ങുമ്പോൾ എന്താവുമോ എന്തോ. എനിവേ, ഇതാണ് എന്റെ മാച്ച് റിവ്യൂ. ചിലപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ബട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡു ലെറ്റ് മീ നോ. ഈ മാച്ച് ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവര് യൂട്യൂബിലിടും ഫുൾ മാച്ച്. അപ്പൊ നിങ്ങൾക്ക് ഇരുന്ന് കാണാം. വലിയ പ്രതീക്ഷയോടെ കാണണ്ട. അതിനകത്ത് പോസിറ്റീവ്സും ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ്സ് ആണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഈ സ്കോർ ലൈൻ കാണുമ്പോൾ. പക്ഷെ അതിനകത്ത് പോസിറ്റീവ്സ് നമ്മൾ ചെയ്യുന്നതും കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ ഇത് പിന്നെ അടുത്ത 1-2 മത്സരങ്ങളിൽ എന്തായി മാറുന്നുള്ളതും കൂടെ നമുക്ക് അറിയാൻ പറ്റും. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസി കാരൻ.